Life is a winding road, no telling where it goes. Driving through days and nights, won't stop for traffic lights. And I really wanna know if I'll ever figure out where the road goes. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് പാക്കിംഗ് ഡേ ആണ്. അപ്പോൾ നാളെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്നതിൻ്റെ തലേ ദിവസം ഞാൻ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അഞ്ജുവിൻ്റെ പെട്ടിയൊക്കെ ഒരുവിധം പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ചേട്ടൻ്റെ ബോക്സ്, അത് ചേട്ടൻ്റെ സ്യൂട്ട്കേസ് പാക്ക് ചെയ്യണം. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റേ വാക്യൂം ബാഗ്സ് അവിടെ നിന്ന് വാങ്ങിയായിരുന്നു. ഞാൻ UP-ന്ന് ഓൺലൈൻ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് നല്ല യൂസ്ഫുള്ളാണ് ശരിക്കും പറഞ്ഞാൽ. അഞ്ജുവിൻ്റെ എല്ലാ ഡ്രസ്സും ഞാൻ ഇന്നലെ രാത്രി തന്നെ പാക്ക് ചെയ്ത് വെച്ചു. എല്ലാം കൂടി ആവാൻ ടൈം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് പാക്കിങ് കഴിഞ്ഞു. അഞ്ജുവിൻ്റെ ഒക്കെ ഒരുവിധം കഴിഞ്ഞു. ചേട്ടൻ്റെ ഒരു ഹാഫ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വാക്യൂം ബാഗിൽ. പിന്നെ ഉറക്കം വന്ന് അങ്ങനെ തന്നെ അവിടെ ഇട്ടിട്ട് പോയി. അവർ സുഖമായി കിടന്ന് ഉറങ്ങി. അങ്ങനെ നെക്സ്റ്റ് ഡേ എടുക്കുന്ന വീഡിയോ കേട്ടോ. ചേട്ടൻ്റെ സൂട്ട് കേസ് പാക്ക് ചെയ്ത് വെച്ചിട്ട് വേണം എൻ്റെ തുടങ്ങണമെങ്കിൽ. പിന്നെ മൊത്തം ഒരു ക്ലീനിങ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ലെമൺ റൈസ്, അത് നമുക്ക് ട്രെയിനിൽ ഇരുന്ന് കഴിക്കാൻ 3 ദിവസം ഉണ്ട്. അപ്പോൾ 2 ദിവസത്തേക്കുള്ള ഫുഡ് എടുക്കുന്നുണ്ട്. 3-ാം ദിവസം ഉച്ചയ്ക്ക് നമ്മളെത്തും. ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞൊരു 1:30-2 മണിയോടുകൂടി ഞങ്ങൾ ബസ്സിലെത്തും. അപ്പോൾ അത് 3-ാമത്തെ ദിവസം എടുക്കുന്നില്ല, 2 ദിവസത്തേക്കുള്ള ഫുഡ് എടുക്കണം. അപ്പോൾ ലെമൺ റൈസും പിന്നെ മോര് കാച്ചി എടുക്കുന്നുണ്ട്. അതാവുമ്പോൾ വേഗം കേടാവില്ല. പിന്നെ ചിക്കൻ ഫ്രൈ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുൻപ് ട്രാവൽ ഫുഡ് എന്നും പറഞ്ഞ് ലിജീസ് വ്ളോഗ്സിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അത് ഇഷ്ടമായിട്ടുണ്ട്. അത് വളരെ യൂസ്ഫുള്ളാണ്. ഞങ്ങൾക്കും ഇത്രയും വർഷം ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ അങ്ങനെ ഒരു കംപ്ലയിൻറ്റും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ആ ഒരു 3 ഐറ്റം ഞങ്ങൾ കൊണ്ടുപോയിട്ട് നമ്മൾ എന്തിലാണ് വെക്കുന്നതെന്നല്ല, അതിന് നല്ല വൃത്തിയിൽ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിനകത്തേക്ക് വയ്ക്കുക. അതുപോലെ കുക്ക് ചെയ്തിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം വയ്ക്കുക. നമ്മൾ എന്തിലാണ് പാക്ക് ചെയ്ത് കൊണ്ടുപോകണമെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പാക്ക് ചെയ്യാം കേട്ടോ. വാഴയിലയിൽ വേണമെങ്കിൽ വാഴയിലയിൽ പൊതിഞ്ഞ് കൊണ്ടുപോകാം. അലുമിനിയം ഫോയിൽ പേപ്പറിൽ കൊണ്ടുപോകാം. അലുമിനിയം ഫോയിൽ പേപ്പറിൽ കവർ ചെയ്ത് കൊണ്ടുപോകാം. അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ബോക്സിലിട്ട് കൊണ്ടുപോകാം. പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിലിട്ട് കൊണ്ടുപോകാം. പിന്നെ അലുമിനിയം ഫോയിൽ കവർ വാങ്ങിക്കാൻ കിട്ടും നമുക്ക്. അപ്പോൾ കവറിനകത്തിട്ട് കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെ എന്തിന് വേണമെങ്കിലും നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാം. അത് പ്രോബ്ലം ഇല്ല. പക്ഷെ നല്ലപോലെ തണുത്തിരിക്കണം. അപ്പോൾ അതെല്ലാം എനിക്ക് ഉച്ച കഴിഞ്ഞിട്ടുള്ള ടൈമിൽ ചെയ്യണം, കുക്കിംഗ് കാര്യങ്ങളെല്ലാം. പിന്നെ ഇപ്പോൾ പാക്കിങ് ചെയ്യണം. അപ്പോൾ നമുക്ക് പോകാം, ബാക്കി പാക്കിങ് ആരംഭിക്കാം. അപ്പോൾ അതേ ചേട്ടൻ്റെ ബോക്സിലേക്ക് വെക്കേണ്ട ഐറ്റംസൊക്കെ ഇത്രയ്ക്കൊക്കെ ആക്കി വെച്ചു. ഇനിയും വയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ വാക്യൂം ബാഗ് അഞ്ജുവിൻ്റെ വെച്ചിരിക്കുന്നത് ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഇതേപോലെ വെക്കുമ്പോൾ നല്ലപോലെ തന്നെ പതിഞ്ഞിരിക്കുന്നുണ്ട്. നല്ലതായിട്ടൊന്നും എനിക്കിഷ്ടപ്പെട്ടു. ഈ ബാക്കിയുള്ളത് കൂടെ വെച്ചിട്ട് വേണം നമുക്കൊന്ന് പാക്ക് ചെയ്ത് സെറ്റ് ആവാനായിട്ട്. ഇവിടെ കാറിൽ ബസ്സായി കിടക്കണം. ഇതൊന്നും ഇപ്പോൾ ചേട്ടന് കൊണ്ടുപോകാൻ വിചാരിച്ച് വെച്ചിരിക്കുന്ന പെട്ടി. അതിൻ്റെ ചേട്ടൻ്റെ ഐറ്റംസൊക്കെ ഒരുവിധം വെച്ച് കഴിഞ്ഞു. പിന്നെ ഷോപ്പിംഗ് ഒക്കെ ചെയ്തപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ചേട്ടനൊന്നും വാങ്ങിച്ചില്ല. ചേട്ടന് ഒരു കടയിൽ കയറിയായിരുന്നു. ഞങ്ങൾ ഒരു ഷോപ്പിൽ നോക്കിയപ്പോൾ അങ്ങനെ ചേട്ടന് ഇഷ്ടപ്പെട്ടതൊന്നും കണ്ടില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞു ബർത്ത്ഡേക്കൊക്കെ ചേട്ടന് ടീഷർട്ടുകളൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ അത് മതി, ഇനിയിപ്പോൾ വാങ്ങിക്കേണ്ട. എൻ്റെ ചേട്ടന് അത്രയുടെ ഇഷ്ടം വന്നില്ല പ്രാവശ്യം കൂടെ കണ്ടത്. അപ്പോൾ ഇനി ആവശ്യം വന്നാൽ ബസ്സിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ വാങ്ങണ്ടാവില്ല. അപ്പോൾ ചേട്ടന് വാങ്ങിക്കാനായിട്ട് കേട്ടോ. ഇത് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തത് ആദ്യം ഇതിൻ്റെ ഈ ഒരു വായ നല്ലപോലെ അടച്ചു വെക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ എയർ കളയാനാണ്. ഇതിൻ്റെ എല്ലാ സൈഡും ഇവിടെ നിന്നിട്ട് അവിടെ വരെ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ടിക് ടിക് എന്ന് പറഞ്ഞ് ഒച്ച വരും. ആ രീതിയിൽ നമ്മളെല്ലാം നല്ലപോലെ അടച്ചതിന് ശേഷം ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ഒന്നും കൂടെ ചെക്ക് ചെയ്യാനായിട്ട് ഒന്നും കൂടെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എവിടെയെങ്കിലും ഓപ്പണിങ് ഉണ്ടെങ്കിൽ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം പാക്ഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടുത്തെ ഈ ഒരു അടപ്പ് മാറ്റി നമുക്ക് ഇതിനകത്തുള്ള എയർ ഇങ്ങനെ അവിടെയൊക്കെ ആയിട്ട് പൊന്തി നിൽക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് മൊത്തം ഇത് നമ്മൾ എയർ വെച്ച് ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ എയറെല്ലാം പോയി കിട്ടും. നിങ്ങൾക്കൂടെ കാണുന്നുണ്ടാവും, വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ ഇതിങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ കണ്ടോ അവിടെയൊക്കെ ചുരുങ്ങി ചെറുതായി പോകുന്നു.
പിന്നെ നല്ലപോലെ ടൈറ്റ് ആവും, നമുക്ക് വലിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ നമ്മൾ നിർത്തിയാൽ മതി. അപ്പോഴേക്കും ഇതിനകത്തോടെ എയർ ഫുൾ പോയിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ നല്ലപോലെ തന്നെ എയറൊക്കെ പോയി കഴിഞ്ഞു. ഇപ്പോൾ നല്ല ടൈറ്റായി. അപ്പോൾ നമുക്ക് പിന്നെ അതിങ്ങനെ മുകളിലേക്ക് വലിച്ചു പൊക്കാൻ പാടായിരിക്കും. അപ്പോൾ ബുദ്ധിമുട്ടാവുന്ന സമയത്ത് പിന്നെ അത് മാറ്റി ഇതിൻ്റെ അടപ്പ് ഇട്ട് നല്ലപോലെ ഒരു അടച്ച് ടൈറ്റാക്കി വയ്ക്കുക. ഇപ്പോൾ എന്തോരം തുണികളായിട്ട് വെച്ചിരുന്ന പാക്കറ്റ് ഇതേപോലെ തേക്കണം. ഇത്രയ്ക്കുള്ളൂ. എന്തെങ്കിലും റൈറ്റ് എടുത്ത് വെക്കുന്ന മാതിരി ഇത്രയേ ഉള്ളൂ. ചേട്ടൻ്റെ ലഗേജ് കംപ്ലീറ്റ് പാക്ഡ്. ഇത്രയേ ഉള്ളൂ ചേട്ടൻ്റെ ലഗേജ്. പക്ഷെ എന്തെങ്കിലും ആയിരിക്കില്ല കേട്ടോ. എൻ്റെ ചുരിദാറും സാരിയും പിന്നെ വീട്ടിലെ ഡെയിലി വെയർ കാര്യങ്ങളൊക്കെ കൂടെ വെച്ച് കഴിയുമ്പോൾ ബോക്സ് ഫുള്ളായിരിക്കും. അപ്പോൾ എന്തായാലും ഇതെടുത്ത് നമുക്കിനി സൂട്ട് കേസിനകത്തേക്ക് വെക്കാം. പെട്ടിയിൽ ഇത്രയും സ്ഥലമുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ രണ്ട് ഐറ്റംസ് അങ്ങനെ പാക്കറ്റ് അടക്കം വെച്ചു. അപ്പോൾ ഇത്രയും സ്ഥലം നമുക്ക് മറ്റു ഐറ്റംസൊക്കെ വയ്ക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലിപ്പ് നമ്മൾ സൂക്ഷിച്ച് കവറിൽ തന്നെ ഇട്ട് വയ്ക്കുക, അല്ലെങ്കിൽ ഇതേ സെയിം ബോക്സിൽ ഇട്ട് വയ്ക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴല്ല ഇതിൻ്റെ യൂസ് വരുന്നത്. നമ്മളെപ്പോഴാണോ ഇത് അടച്ച് വയ്ക്കുന്ന പാക്കറ്റ് അപ്പോഴാണ് ഇതിൻ്റെ മെയിൻ ആവശ്യം വരുന്നത്. തുറക്കുന്ന സമയത്ത് ആവശ്യമൊന്നുമില്ല, ബട്ട് പിന്നീട് ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് ഇത് ബി കെയർഫുൾ. ഇത് ഞാനിപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇതുമ്പോൾ തന്നെ പിടിപ്പിച്ചിടുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ മറന്നു പോകും എവിടെ വെച്ചെന്ന്. വലിയ പ്രശ്നമൊന്നുമില്ല. കിട്ടിയില്ലെങ്കിൽ നമ്മൾ കൈവരലുകൊണ്ട് തന്നെ നല്ലപോലെ ടൈറ്റാക്കി വെച്ചാൽ മതി. അപ്പോൾ ഒരുവിധം കഴിഞ്ഞ് ചേട്ടൻ്റെ ബോക്സ് സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ പെട്ടിയിലും കൂടെ വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ഡ്രസ്സ് ഐറ്റംസൊക്കെ ഇതിനകത്ത് വെക്കണം. എന്തൊക്കെയാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത് നോക്കട്ടെ. ചേട്ടൻ്റെ ബോക്സിൽ കുറച്ചൊക്കെ ആയിട്ടുണ്ട്. ഷൂസ് വയ്ക്കാനില്ലേ? ഷൂസ് വയ്ക്കണം. ആരും വന്നപ്പോൾ ചേട്ടന് കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്ന ഷൂസ് ആട്ടത്. ഷൂസ് ഉണ്ട്, വാച്ച് ഉണ്ട്. ഇതാണ് ഷൂസിൻ്റെ ബോക്സ്. ആരും കൊണ്ടുവന്ന് കൊടുത്ത ഷൂസിൻ്റെ ബോക്സ്. അത് ഷൂസ് നല്ല അടിപൊളി ഐറ്റാണ്. ആരും പറഞ്ഞ ബാഡ്മിൻ്റനോ അല്ലെങ്കിൽ ബാസ്കറ്റ് ബോളൊക്കെ കളിക്കാൻ പറ്റിയ നല്ല അടിപൊളി നല്ല കോസ്റ്റ്ലി ഷൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഇത് കുറേ നാൾ യൂസ് ചെയ്യാം. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഷൂസാണെന്ന് പറഞ്ഞു. അറിയില്ല ഏതാ കമ്പനി, അങ്ങനത്തെ ഒന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇതാണ് ഐറ്റം. ഇതൊക്കെ വെക്കണം നമുക്ക് ബോക്സിലേക്ക്. എൻ്റെ ചേട്ടൻ ഇടാതെ ഇങ്ങനെ പൊന്നുപോലെ കാത്തു വെച്ചേക്കാം. ഇപ്പോൾ എന്തായാലും ഇതൊക്കെ ബസ്സിൽ ചെന്ന് കഴിയുമ്പോൾ യൂസ് ചെയ്യും. ഇതൊക്കെ പാക്ക് ചെയ്യാം. ഇത് നമുക്കൊരു ന്യൂസ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് അങ്ങനെ വെക്കണം. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെക്കേണ്ട ഐറ്റംസ്. അടുത്തത് ഇനി എൻ്റെ ബോക്സാണ്. അപ്പോൾ ഈ ഒരു ട്രോളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം കണ്ട് കൊണ്ടുവന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ ഹാൻഡിൽ പോയായിരുന്നു. അപ്പോൾ നമ്മൾ ബാഗൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു കടയുണ്ടല്ലോ, അതുപോലെ സൂട്ട് കേസൊക്കെ വാങ്ങിക്കുന്ന ചാലക്കുടിയിലുള്ള വർഗീസ് സെറ്റിൻ്റെ ബാഗ് കട. അവിടെ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊണ്ടുവരാൻ ബോക്സ് അവർ ഹാൻഡിലൊക്കെ വെച്ച് തരാമെന്ന്. അപ്പോൾ അങ്ങനെ അവർ ഇതേ ഹാൻഡിലൊക്കെ വീണ്ടും പുതിയ ഹാൻഡിലൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ സേഫായി. ഹാൻഡിൽ പോയി കാരണം എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ ആ ഒരു ബോക്സിലാണ് ഞാൻ എൻ്റെ ഐറ്റംസൊക്കെ വെക്കാൻ പോകുന്നത്. അപ്പോൾ ബോക്സൊക്കെ നമ്മൾ ക്ലീനാക്കി റെഡിയാക്കി വെച്ചിട്ട് ഇതിനകത്തായാലും ഞാൻ മറ്റേ വാക്യൂം ബാഗിൻ്റെ കവർ ഓടിക്കൊണ്ട് വാക്യൂം സ്റ്റോറേജ് ബാഗ് ഇത് ഞാൻ UP പോകുന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു. ഇതിനകത്ത് നമുക്ക് 5 പീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ 5 പീസ് ഉണ്ട്. അപ്പോൾ 3 ഇനിയിപ്പോൾ ഉണ്ട്. ഒരെണ്ണം അഞ്ചുൻ്റെ വെച്ചു, ഒരെണ്ണം ചേട്ടൻ്റെ വെച്ചു. ഇനിയിപ്പോൾ ഇതിനകത്ത് 3 പീസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഈ ക്ലിപ്പും കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇനി ഒരെണ്ണം എനിക്ക് വേണ്ടി എടുക്കാൻ പോകുന്നു. എൻ്റെ ഐറ്റംസ് ദയവായി വെച്ചിട്ട് വീണ്ടും എനിക്ക് വെക്കണമെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. ഞാൻ ആദ്യം ബാഗിലേക്ക് എല്ലാം വെക്കട്ടെ, വെച്ചിട്ട് നമുക്ക് പാക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ ഡ്രസ്സുകളെല്ലാം അവിടെ ഇങ്ങനെ ചേർന്ന് വെച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇതേപോലത്തെ അടുത്തൊരു ബാഗ് എടുത്ത് അതിനകത്തേക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ബോക്സുകളിൽ ഇങ്ങനെ വിരിച്ചിടുകയാണ് ചെയ്യാറ്. പക്ഷേ ഇതിപ്പോൾ എനിക്ക് ചെയ്ത് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് സ്പേസ് കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ അത് നിർത്തി ഇങ്ങനൊരു സെറ്റിങ്സിലേക്ക് കടന്നത്. അല്ലെങ്കിൽ സ്ഥിരം നമ്മുടെ സൂട്ട് കേസിനകത്ത് എല്ലാ വർഷവും ഇങ്ങനെ ചെയ്യാറ്, വിരിച്ചിങ്ങനെ ഇടും, എന്നിട്ട് പെട്ടി പാക്ക് ചെയ്യാറ്. ഇപ്പോൾ ഇതാണ് എനിക്ക് കൂടുതൽ സൗകര്യമായിട്ട് തോന്നുന്നത്.
എൻ്റെ കുറച്ച് ചുരിദാർ ഐറ്റംസ് എല്ലാം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ താഴ്ന്ന് കിട്ടണമെങ്കിൽ ഞാൻ ഓർത്തു ഇതേപോലെ തന്നെ ഒരു ബാഗും കൂടെ എൻ്റെ മുകളിൽ വെച്ച് അതിനകത്ത് സാരി ബാക്കിയുള്ള ഐറ്റംസ് ഡെയിലി വെയറൊക്കെ കൂടി ഇരിക്കണം. അപ്പോൾ അതും കൂടെ വയ്ക്കുകയാണ്. അപ്പോൾ കുറച്ച് ആയിട്ട് തന്നെ ഇതിനോട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരെണ്ണത്തിനകത്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം ഞാൻ നല്ലപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുത്ത് അടച്ചിട്ടുണ്ട്. നമ്മൾ നല്ലപോലെ പ്രസ് ചെയ്തില്ലെങ്കിൽ നല്ലപോലെ അടഞ്ഞില്ലെങ്കിൽ നമ്മളിവിടെ വെച്ച് എയർ കളയുമ്പോൾ എയർ പോവില്ല കേട്ടോ. അത് മാത്രമേ നമുക്ക് ഇതിനകത്തൊന്ന് ശ്രദ്ധിക്കാനുള്ളൂ. അത് എളുപ്പമാണ്, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണമെന്നുള്ളൂ. ഇതൊന്നും കൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മളൊന്നും കൂടെ ഇത് വെച്ചൊന്ന് താത്തി കൊടുക്കുന്നതാണ്. ഇവിടേക്ക് നമ്മൾ ഇനിയും ഡ്രസ്സ് വയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വായ ചിലപ്പോൾ അടയില്ല. അതുകൊണ്ടാണ് ശകലം ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ചെയ്യണം. ശകലം ഗ്യാപ്പ് മതി, ഒത്തിരിയൊന്നും ചുങ്ങി ഇതാ ചെറുതാവുന്നുണ്ട് ബാഗ്. ഇപ്പോൾ ഇത് നല്ലപോലെ തന്നെ ടൈറ്റായി. ഇവിടെ പാക്കറ്റ് കണ്ടോ? ഇപ്പോൾ പാക്കറ്റിൻ്റെ അവസ്ഥ ഉണ്ടോ? ഇത്രയും ഡ്രസ്സുകൾ നമ്മൾ വെറുതെ ബാഗിനകത്തും സൂട്ട് കേസിനകത്തൊക്കെ വലിച്ചു വാരി ഇടുന്നേക്കാളൊക്കെ എത്രയോ നല്ലതാണ്. കട്ടിയോ? ഇത്രേ ഉള്ളൂ. ഇതാ ഉണ്ടോ? ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഇതേ ഒരു വിരലിൻ്റെ തന്നെ ഹാഫ് പോലും ഇല്ല. ഭയങ്കര കണ്ടുപിടുത്തങ്ങളാണ്. ഇഷ്ടപ്പെട്ട എന്തായാലും. ഞാനിങ്ങനെ ആരോ ഒരു ചേച്ചി യൂട്യൂബിൽ കാണിക്കുന്ന കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒത്തിരി കോസ്റ്റ്ലി അല്ലായിരുന്നു, 200 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും റേറ്റ് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അതൊന്ന് വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മുടെ അങ്ങനെ പേപ്പറിനകത്ത് പൊതിഞ്ഞ് കൈ പിടിച്ചോണ്ട് പോവാം. എങ്ങനെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞാൽ കൊണ്ടുപോകാൻ മതി. സുഖമായിട്ട് എടുത്ത് വയ്ക്കാം. ബാഗിനകത്ത് കൊണ്ടുവന്നില്ലല്ലോ. ഒരു നിർബന്ധമില്ല. നമ്മുടെ സുക്കേസ് ഉള്ളതുകൊണ്ട് വലിയ ബിഗ് ഷോപ്പർ പോലത്തെ ഇത് പാക്കറ്റിനകത്ത് ഇടാം. എന്നിട്ട് തൂക്കി പിടിച്ചാൽ മതി. അങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. എന്തായാലും ട്രാവലിങ്ങിന് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇനിയിപ്പോൾ ട്രാവലിംഗ് മാത്രമല്ല കേട്ടോ, നമുക്ക് കബേർഡിനകത്തൊക്കെ സ്പേസ് ഒക്കെ കുറവുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ. പക്ഷേ ഇതിൻ്റെ ചെറുതും കൂടെ വരാനെങ്കിൽ ഒത്തിരി നല്ലതായിരുന്നു. ഇതിപ്പോൾ ഇത്രയും നീളമുണ്ട്. നമുക്ക് സൂട്ട് കേസിലേക്കാണ് ഇത് കൂടുതൽ നല്ലത്. ഇതിൻ്റെ ചെറിയ ബോക്സുകൾ, ചെറിയ പാക്കറ്റുകൾ ഇങ്ങനെ വരണമെങ്കിൽ നമുക്ക് കബേർഡിനകത്തൊക്കെ ഇങ്ങനെ എയറൊക്കെ ഫുൾ കളഞ്ഞ് അടിപൊളിയായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിലാർക്കെങ്കിലും അങ്ങനത്തെ ചെറിയ പാക്കറ്റുകളെ പറ്റി വല്ല അറിവുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ ഓൺലൈനിൽ സെർച്ച് ചെയ്തപ്പോൾ ഇത്രയും വലുത് തന്നെയാണ് കണ്ടത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അലമാരിയിലൊക്കെ നമ്മുടെ കബേർഡിനകത്തൊക്കെ സുഖമായിട്ട് വയ്ക്കാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കിയേ, സൂട്ട് കേസിനകത്ത് ആകെ ഒരു ചെറിയൊരു ലെയർ ആയിട്ടുണ്ട്. ഇനി എനിക്കിവിടെ അങ്ങനത്തെ 2 3 എനിക്ക് 2 പാക്കറ്റ് കൂടി ഉണ്ട്. സുഖമായിട്ട് വയ്ക്കുക. അപ്പോൾ എൻ്റെ ലഗേജൊക്കെ പോകും. എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, എൻ്റെ ഐറ്റംസ് എല്ലാം കൂടെ പോകുമോ ഇല്ലെന്ന് പറഞ്ഞു. കാരണം ഡെയിലി വെയർ ഉണ്ട്, ചുരിദാറുകളുണ്ട്, ഇപ്പോൾ സാരി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ സോൾവ് ആയി. ഞാനിനി അടുത്ത ഡേപോലത്തെ കവർ എടുക്കണം. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് ഞാൻ വേഗം പാക്ക് ചെയ്ത് വെച്ചിട്ട് അതേപോലെ തന്നെ. പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ചില കവറുകൾ ഇതിനകത്ത് കുറേ വലുതാണ് വന്നേക്കുന്നത്. നോക്കി ഉണ്ടോ? ഇത് ഒത്തിരി വലിയ കവർ വന്നേക്കുന്നത്, അത് ചെറിയ കവർ വന്നേക്കണം. നമുക്കെന്നാ വലിയ കവറിന് താഴെ ഇട്ടിട്ട് ചെറിയ കവറിനെ മുകളിൽ വെച്ചാൽ അല്ലേ കൂടുതൽ കവറിന്റെ വ്യത്യാസം കണ്ടോ? അഞ്ഞുള്ളത് പറഞ്ഞാൽ അതും ഇതുപോലത്തെ അത് വലുതാണോ? ഇതിന്റെ ഡബിളാണ്. അത് വലുതാ. അതിന്റെ ചെറുതാണോ നോക്കി ഇതെല്ലാം ഒരു പാക്കറ്റിൽ തന്നെ ഉണ്ടാ. ഇതോ അപ്പൊ അതിനകത്ത് വെച്ചാ പോരെ? ഭയങ്കര വലുതാ അത്. ഇതും ഒരേ സൈസാണ്. അതുപോലെ വെച്ചാൽ മതി. ഇതാണ് കൂടുതൽ സൗകര്യം. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്ത പാക്കറ്റും റെഡി. എൻ്റെ സാരികൾ അതിനോട് കേട്ടോ. ഒരു സാരി, പിന്നെ എൻ്റെ ചുരിദാർ, പിന്നെ ഇത്തിരി ഡെയിലി വെയറൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നാലും ബാക്കി സാരികളെല്ലാം ഇതിനകത്ത് പോയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ജസ്റ്റ് ബോക്സിലേക്ക് പുറത്തിടാവുന്നതുള്ളൂ.
വയ്ക്കാം. ബാക്കി ഇവിടെ ഗ്യാപ്പുണ്ട്, പിന്നെ ഇവിടെയും ഗ്യാപ്പുണ്ട് ഈ സൈഡിലും, പിന്നെ ഇതിൻ്റെ അടിയിൽ കുറച്ച് ഗ്യാപ്പുണ്ട് ഇതിവിടെ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് 1-2 ഡെയിലി വെയറൊക്കെ വെച്ച് കൊടുക്കാം. ഈക്വലായിട്ടൊക്കെ കിട്ടാനായിട്ട് നമുക്ക് ഈ പൊന്തി താണൊക്കെ നിൽക്കുന്നതൊക്കെ ഒന്ന് സെറ്റാക്കാൻ അങ്ങനെ വെച്ച് കൊടുക്കും. അപ്പം അങ്ങനെ സ്യൂട്ട് കേസ് കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തൊക്കെ ഒരുവിധം തീർന്നു കേട്ടോ. ഡ്രസ്സ് കാര്യങ്ങളെല്ലാം എടുത്തു വെക്കേണ്ടതൊക്കെ വെച്ചു. അപ്പം അങ്ങനെ ഞങ്ങളുടെ ബാഗുകളും സ്യൂട്ട് കേസുകളൊക്കെ ഒരുവിധമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഇത്തിരി പിക്കിൾ ഉണ്ടാക്കി കൊണ്ടുപോകണം. അപ്പം അതിനായിട്ട് ഞങ്ങൾ കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു തിരക്കിലാണ് കേട്ടോ കിച്ചണിൽ ഇപ്പോൾ. ഇത് ഞാനിവിടെ അടുത്തൊരു പ്രിപ്പറേഷൻ ചെയ്യുന്നത്, അതായത് മീൻ കുറച്ച് അച്ചാറിട്ട് നമ്മുടെ പിക്കിളിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ഞാൻ മോദ എന്ന് പറയുന്ന ഒരു മീൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ ഒരു മണിക്കൂറോളം ഞാനങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ തിരുമ്പി വെച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രൈ ചെയ്യാനായിട്ട് ആരംഭിച്ചേക്കണം. അപ്പോൾ ഇവിടെ ഒരു സെറ്റ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു, ഇവിടെ വേറൊരു സെറ്റ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. 2 പാനിലായിട്ട് ഞാൻ വെച്ചേക്കണം. പിന്നെ ഇവിടെ ഞാൻ ഒരു ട്രിപ്പ് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം വറുത്ത് കോരി എടുത്തതിന് ശേഷം എനിക്ക് ചെറിയൊരു പിക്കിൾ പോലെ ആക്കി കൊണ്ടുപോകണം. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാനിപ്പോൾ വെളുത്തുള്ളി പിന്നെ ഇഞ്ചി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇപ്പോൾ ഇടുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് മസാലകളൊക്കെ മാത്രം. ഇതെല്ലാം വറുത്ത് കോരിയതിന് ശേഷം പാനിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് ആ രീതി പിന്നെ ചൊറുക്കി ഒഴിച്ച് വിനീഗർ ചൊറുക്കാന്ന് പറയുന്നത്, ഞങ്ങളിവിടെ ചൊറുക്കാന്ന് പറയുന്നത് വിനീഗറിനെ കേട്ടോ. അപ്പോൾ വിനീഗർ ഒഴിച്ച് അങ്ങനെ കുപ്പിയിലാക്കി കൊണ്ടുപോകും. അവിടെ ചെന്നതിന് ശേഷം പിന്നെ ചേർക്കേണ്ട ഐറ്റംസൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ലഗേജ് ഒത്തിരി വരെയില്ല, മിനിമം സ്പേസിൽ നമ്മുടെ കാര്യം നടക്കുകയും ചെയ്യും. അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇളക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഇളക്കി റെഡിയാക്കട്ടെ. ഇതിനെ നല്ലൊരു പണിയാട്ടോ. മീനിങ്ങനെ ഫ്രൈ ചെയ്ത് ആദ്യം എടുത്ത് പിന്നെ ഇതിനെ പിക്കിളാക്കി കൊണ്ടുപോകാമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. ബട്ട് കുറേ കാലത്തേക്ക് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഇതിൻ്റെ ഒരു പീസ് മതിയല്ലോ. പിക്കിളായിട്ട് നമ്മൾ ഇടുമ്പോൾ ജസ്റ്റ് ഒരു പീസ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചോറിനാം. അപ്പോൾ അല്ല എന്തെങ്കിലും ഒരു ഗ്രേവിയുടെ കൂടെ നമ്മൾ ഇതെടുത്ത് കഴിഞ്ഞാൽ ചോറിനാൻ നമുക്ക് നല്ലൊരു ടേസ്റ്റ് തോന്നും. അപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന മീനിൻ്റെ പേര് മോദ എന്നാട്ടോ, മോദ. അപ്പോൾ അങ്ങനെ ഞാൻ അച്ചാറൊക്കെ റെഡിയാക്കി. പിന്നെ അങ്ങനെ എല്ലാം വറുത്ത് കോരി കഴിയുമ്പോൾ ഞാൻ ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് പിന്നെ കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം കറിവേപ്പില ഞങ്ങൾക്ക് അവിടെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് ലാവിഷായിട്ട് ഇടാമല്ലോ. അപ്പോൾ അതുകൊണ്ട് കറിവേപ്പില മാത്രം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചേർത്ത് പിന്നെ പൊടികൾ നമുക്ക് ഇടേണ്ടതെല്ലാം ഈ സമയത്ത് ഒരുവിധമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, അങ്ങനെ ആ 3 പൊടികൾ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വിനീഗറും ചേർത്ത് ഈ രീതിയിൽ ഞാൻ ഇവിടെ നമ്മുടെ പിക്കിൾ റെഡിയാക്കിയിട്ടുണ്ട്. ഈ നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ബോട്ടിലുകളിലാക്കി കൊണ്ടുപോകാം. അവിടെ ചെന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഐറ്റംസ് എല്ലാം ഫ്രൈ ചെയ്ത് ഇതിൻ്റെ കൂടെ ചേർത്താലും മതി. കഴിഞ്ഞ വർഷം അങ്ങനെ കൊണ്ടുപോയിട്ട് എനിക്ക് ഉണ്ടാക്കേണ്ടി വന്നില്ല. ഇവർ പറഞ്ഞു അതൊന്നും വേണ്ട, ഞങ്ങൾ ഇങ്ങനെ തന്നെ കഴിച്ചോളാം, ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റ് വന്നു. ശരിക്കും പറഞ്ഞാൽ പിക്കിളിന് പറ്റിയ അടിപൊളി മീനാട്ടോ മോദ എന്ന് പറയുന്ന മീൻ. അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം അങ്ങനെ നമ്മുടെ അടുത്ത ഐറ്റം റെഡി ആയിട്ടുണ്ട് പാക്കിങ്ങിനുള്ളത്. അപ്പൊ അങ്ങനെ പിക്കിൾ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് വൈകുന്നേരം കാർഡ്സ് കളിക്കണം കേട്ടോ. അപ്പൊ ഇതും കൂടെ കാർഡ്സ് കളിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്നത് കാർഡ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി ഞങ്ങൾക്ക് ട്രാവലിങ്ങിന് കൊണ്ടുപോകേണ്ട ഫുഡ് കുക്കിംഗ് കാര്യങ്ങളും അതിന്റെ പാക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കൂടെ വരാം. എല്ലാവർക്കും ബൈ ബൈ.